ഏത് കുട്ടികളായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാവണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, ഏത് സമയത്ത് പുറത്തു പോകണം, ഏത് സമയത്ത് വരണം എന്ന് അറ്റ്ലീസ്റ്റ് അവരിൽ അതൊരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി, അവരെ കൺട്രോൾ ചെയ്യുന്ന ഞാൻ വാക്ക് ഉപയോഗിക്കില്ല, ആ സ്വാധീനം ഉണ്ടാക്കാൻ ഒരു പാരൻറ്റിൻ്റെ നിലക്ക് നമ്മൾ പറ്റുന്നില്ലെങ്കിൽ, അത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയിൽ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയം. നമ്മൾ ഈ സമ്പാദിക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ല, കാര്യമില്ല. പിന്നെ അപ്പം പാരൻസ് നമ്മളെ കുട്ടി ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്ത വരുന്നതിൻ്റെ പ്രധാന ഒരു കാരണം മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുന്ന ഭയങ്കരമായ ഒരു ഡിസാസ്റ്ററാണ് ശരിക്കും അത്. അതുണ്ട്, അത് ശരിക്കും അതിലൊന്നും കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ 2 മക്കൾ, ഒരാൾ ഒരു നേച്ചർ, വേറെ ഒരാൾ വേറെ നേച്ചർ, രണ്ടുപേരും ഒരേ വീട്ടിൽ ജനിച്ചു, രണ്ടുപേരും ഒരു പാരൻസിൻ്റെ മക്കളായിട്ട് ജനിച്ചു. അതങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ടീച്ചറിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ മാത്രം ചിലപ്പോൾ ടീച്ചറിൻ്റെ ആ കഥ ആ സെൻസിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ, വേറെ കുട്ടികൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ പലരും കേൾക്കുന്നത് പല രീതിയിലാണ്, പലതും ഒബ്സർവ് ചെയ്യുന്നത് പല രീതിയിലാണ്, പലരും ബ്രെയിനിലേക്ക് കയറ്റുന്നത് പല രീതിയിലാണ്. അപ്പോൾ പലർക്കും പല സ്വഭാവമാണ്. നമ്മൾ ആ സ്വഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് കുട്ടികളോട് സംസാരിച്ചാൽ ട്രമൻഡസ് ചേഞ്ച് കുട്ടികളിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും പാരൻസ് അവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അവരെ ഗൈഡ് ചെയ്യുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു വിഷയം കൂടിയുണ്ട്. കുട്ടികളുടെ എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അവർ ഫ്രണ്ട് സർക്കിൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഫ്രണ്ട് സർക്കിൾ മാത്രമല്ല, നമ്മൾ കുട്ടികൾ ജനിച്ചു വളർന്ന ഒരു സാഹചര്യം, നമ്മൾ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ അതിൽ ഇൻ്റർനെറ്റും കൊടുത്തു, മൊബൈലും കൊടുത്തു, ലാപ്ടോപ്പും കൊടുത്തു, ടാബും കൊടുത്ത്, എന്നിട്ട് കുട്ടികളോട് പറയുന്നത് ചീത്ത കാര്യങ്ങളൊന്നും കാണാൻ പാടില്ല, വെറുതെ യൂട്യൂബ് നോക്കിയിരിക്കാൻ പാടില്ല, ഗെയിം കളിച്ചിരിക്കാൻ പാടില്ല, വന്നു കഴിയുമ്പോൾ പഠിക്കണോട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നാൽ ഒരു കുട്ടിയും പഠിക്കില്ല. ഇല്ല, അവിടെ നമ്മൾ അതിൻ്റേതായ ഒരു പ്രൊസീജിയർ കൊണ്ടുവരാം. നമ്മൾ അവർക്ക് സെൽഫായിട്ട് ഇതൊക്കെ സ്വന്തമായിട്ട് ഇതൊക്കെ എല്ലാ ആക്സസിബിലിറ്റിയും കൊടുത്തിട്ട് കുട്ടികളെ വിട്. നമ്മളെങ്ങനെയാണ്, നമുക്കിപ്പോൾ പിന്നെ മൊബൈലും കിട്ടി ഇൻ്റർനെറ്റും കിട്ടിയാൽ നമ്മൾ എത്ര നേരം ഇങ്ങനെ തോണ്ടിയിരിക്കും? അതെ അല്ലേ, സ്വാഭാവികമായിട്ടും മക്കളെ തിരിച്ചു ചോദിക്കും, ഫുള്ള് മൊബൈലിലല്ലേ ചോദിക്കും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കുട്ടികൾ ആരായിട്ട് പെരുമാറുന്നു, ആരായിട്ട് ഇടപാടുന്നു, ഓരോ സമയം അവരെന്തിനൊക്കെ വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും നോക്കുകയും മനസ്സിലാക്കാനും ഓരോ പാരൻസിനും പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്തിടെ ഉണ്ടായൊരു സംഭവമാണ്, ഒരു പാരൻ്റ് എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ കാണാൻ വരാനുള്ള കാര്യം നമ്മൾ വിളിപ്പിച്ചതാണ്. ആ കുട്ടിയിൽ ഒരു ചെറിയ മാറ്റങ്ങൾ ഈ അടുത്തിടെ കണ്ടു തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് കുട്ടിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അത് മറ്റു കുട്ടികളെ ചെറുതായിട്ട് സ്വാധീനിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പാരൻ്റ്, സാറ് വിളിപ്പിച്ച് നന്നായി, ഞാൻ കുറേ പറയാനിരിക്കുകയായിരുന്നു, അവന് വൈകുന്നേരം ഒരു 8 മണിയാകുമ്പോൾ അല്ല 6 മണിയാകുമ്പോൾ സ്കൂൾ വിട്ട് തന്നാൽ ഒരു 5 മണി 6 മണിയാകുമ്പോൾ പോകും, പിന്നെ വരുന്നത് ഒരു 8:30 മണിയാകുമ്പോഴാണ്. വീക്കെൻഡ് ആയാലും പിന്നെ 11 മണി 12 മണിക്ക് വരെ. ഇന്നലെയൊക്കെ വീട്ടിലേക്ക് കയറുന്നത് 11 മണിക്കാണ്. ഞാൻ ഇന്നലെ കുറേ ചീത്ത പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവനക്ക് സ്കൂട്ടി ഉണ്ട്, അവനായിട്ട് ഫ്രണ്ട്സായിട്ട് പുറത്തേക്ക് പോക്കാണ്, അവന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, വിളിച്ചിപ്പോൾ വരാമെന്ന് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ്റെ മൊബൈൽ ഉൾപ്പെടെ എനിക്ക് ആക്സസിബിലിറ്റി ഇല്ല. പിന്നെ കുട്ടീനെ പറ്റി മൊത്തം ഇങ്ങനെ കാണിച്ചാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടി സ്കൂളിൽ എത്രയല്ലേ പഠിക്കണേ? 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി രാവിലെ സ്കൂളിൽ വിട്ട് വന്നിട്ട് 5 മണി 6 മണിയാകുമ്പോൾ ഒരു പോക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് കയറുന്നത് 8 മണി 8:30ക്കും, വീക്കെൻഡിൽ 11 മണിക്കും 12 മണിക്കും. അവൻ്റെ മൊബൈൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ മൊബൈൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ മൊബൈൽ തരുന്നില്ല. ചോദിച്ചപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടണം എന്നൊക്കെ പറയണം. ഞാൻ അവൻ എട്ടിപ്പടിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ അവനക്ക് മൊബൈൽ മേടിച്ചു കൊടുത്തു, നിങ്ങൾ തന്നെ അവനക്ക് വലിയ ഇലക്ട്രിക് ബൈക്ക് മേടിച്ചു കൊടുത്തു, നിങ്ങൾ തന്നെ നല്ല ഒരു പിന്നെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവനെ താമസിച്ചു, നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുപോയി താമസിച്ചു, അവൻ്റെ കൂട്ട് മൊത്തം ഇംഗ്ലീഷുകാരായിട്ടും അവരായിട്ടുമാണ് അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ പരാതിപ്പെടുന്നു. ഇത് മാറ്റണം നിങ്ങൾ. കാരണം നമ്മുടെ കുട്ടികൾ ഏത് എൻവയോൺമെൻറ്റിൽ വളരണം, ഏത് കുട്ടികളായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാവണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, ഏത് സമയത്ത് പുറത്തു പോകണം, ഏത് സമയത്ത് വരണം എന്ന് അറ്റ്ലീസ്റ്റ് അവരിൽ അതൊരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി, അവരെ കൺട്രോൾ ചെയ്യുന്ന ഞാൻ വാക്ക് ഉപയോഗിക്കില്ല, ആ സ്വാധീനം ഉണ്ടാക്കാൻ ഒരു പാരൻറ്റിൻ്റെ നിലക്ക് നമ്മൾ പറ്റുന്നില്ലെങ്കിൽ, അത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയിൽ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയം. നമ്മൾ ഈ സമ്പാദിക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ല, കാര്യമില്ല. പിന്നെ നമ്മൾ കുറേ ഇരുന്ന് ആലോചിച്ചിട്ട് കണ്ടിട്ട് കാര്യമില്ല. പിന്നെ എന്താ പ്രശ്നം, പിന്നെ പാരൻസ് കഴിഞ്ഞ ദിവസം ഒരു പാരൻറ്റ് വിളിച്ചു, പിന്നെ ഞാൻ മോനിങ്ങനെ ഒരു സംഭവം ചെയ്ത്, സംഭവം എന്താണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഞാൻ അവനായിട്ട് പിന്നെ ഭയങ്കര വർത്താനമായി, എനിക്ക് ദേഷ്യം വന്നു സാറേ, എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല, ഞാൻ അവനായിട്ട് ഭയങ്കരമായിട്ട് വഴക്കായി, സംസാരമായി. പിന്നെ അവനും എന്നോട് കുറേ ഇങ്ങോട്ട് സംസാരിച്ചു. അതപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു, ഞാൻ സാറിനൊന്ന് വിളിച്ചാണ്, എന്താണ് ഇപ്പോൾ ചോദിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു.